ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് സാംസങ് M42 5G ആണ്. കസ്റ്റമർ റീസ്റ്റാർട്ട് ആകുന്നുണ്ടെന്ന് പറഞ്ഞ് കൊണ്ടു തന്നതാണ്. സാംസങ്ങിൻ്റെ എ സീരീസ്, എം സീരീസ്, എഫ് സീരീസ് എല്ലാത്തിൻ്റെയും കോമൺ കംപ്ലൈൻ്റ് ആണ് റീസ്റ്റാർട്ടിങ് ഇഷ്യൂ. അതിനുള്ള സൊല്യൂഷന് CPU റീബോൾ ചെയ്യലാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ CPU ഒന്ന് റീബോൾ ചെയ്ത് നോക്കാം. അപ്പോൾ റീബോൾ ചെയ്യാനായിട്ട് ആദ്യം ഫ്ലെക്സ് പേസ്റ്റ് CPUവിൻ്റെ എല്ലാ വശത്തും കുറച്ച് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ബ്ലോവറിൽ 350 ടെമ്പറേച്ചർ അല്ലെങ്കിൽ 360, എയർ ഒരു 50-60 എന്നിങ്ങനെ സെറ്റ് ചെയ്യുക. എന്ന് സെറ്റ് ചെയ്തതിനു ശേഷം CPUയിലേക്ക് ഹീറ്റ് അടിക്കുക. ഹീറ്റ് അടിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം. നമ്മൾ നല്ലോണം റൊട്ടേറ്റ് ചെയ്യണം. CPUവിൻ്റെ 4 ഭാഗത്തേക്കായിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് വേണം ഹീറ്റ് അടിക്കാൻ. അല്ലെങ്കിൽ ഒരു ഭാഗത്തേക്ക് മാത്രം നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ എന്തായാലും CPU ഡാമേജ് ആവും, അല്ലെങ്കിൽ ബോർഡ് ഡാമേജ് ആവും. സാംസങ്ങിൻ്റെ ബോർഡൊക്കെ പെട്ടെന്ന് ബൾജാവാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. അപ്പോൾ അത് വളരെയേറെ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ CPU വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഗ്ലൂ കട്ടിങ്ങിൻ്റെ ബ്ലേഡാണ്. ഫസ്റ്റായിട്ട് ട്രൈ ചെയ്യണോല് സാധാ ബ്ലേഡ് വെച്ച് എടുക്കണേക്കും ബെറ്റർ. അപ്പോൾ ഈ ഗ്ലൂ കട്ടിങ്ങിൻ്റെ ബ്ലേഡ് വെച്ച് നമ്മൾ CPU പൊക്കുമ്പോൾ CPUവിൻ്റെ 3 വശങ്ങളായിട്ട് പൊക്കാൻ ശ്രമിക്കുക. ആദ്യം CPUവിൻ്റെ ഫസ്റ്റ് സൈഡ്, ആ സൈഡ് മെല്ലെ പൊക്കിയെടുക്കാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ സെൻറ്റർ സൈഡ്, പിന്നെ ലാസ്റ്റ് സൈഡ്. ഇങ്ങനെ പൊക്കിയെടുത്താൽ പെട്ടെന്ന് CPU പൊങ്ങി കിട്ടും. റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുക. പിന്നെ പൊക്കുന്ന സമയത്ത് ആ ഏരിയയിലേക്ക് കുറച്ച് സമയം ഹീറ്റ് അടിച്ചെടുക്കുക. അപ്പം പതുക്കെ നമുക്ക് പൊക്കി വെക്കാം. പതുക്കെ പൊക്കണം, വളരെ പതുക്കെ. കാരണം നമ്മൾ ഓവർ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഹീറ്റായിട്ടില്ലെങ്കിൽ അടിയിലെ പാഡ്സൊക്കെ ഡാമേജ് ആവും. അങ്ങനെ ഡാമേജ് ആയാൽ പിന്നെ നമുക്ക് വർക്ക് ഡബിളാവും. അപ്പം എന്താട്ടാ, വളരെ പതുക്കെ CPU ഊരി. ഇപ്പോൾ ഇതിൽ കുറച്ച് പാഡ്സൊക്കെ ഡാമേജ് ആയിട്ടുണ്ടാവും. സാംസങ്ങിലൊക്കെ അധികം പാഡ്സ് ഡാമേജ് ആവുന്നത് നോ കണക്ഷൻസ് ചെയ്യും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, കണക്ഷൻസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ഇതിപ്പോൾ ബോർഡ് നമുക്ക് ക്ലീൻ ചെയ്യലാണ് നെക്സ്റ്റ് പ്രോസസ്സ് വരിക. അത് അയണിലൊരു 350 സെറ്റ് ചെയ്തതിന് ശേഷം മെല്ലെ പഴയ ലെഡൊക്കെ മെല്ലെ അയൺ വെച്ചെടുക്കുക. ഇപ്പോൾ സാംസങ്ങിലൊക്കെ വൈറ്റ് പേസ്റ്റാണ് കൂടുതലും ഉണ്ടാവുക. അപ്പോൾ ഈ വൈറ്റ് പേസ്റ്റ് ഇപ്പോൾ നമ്മൾ ഈ ഗ്ലൂ കട്ടിംഗ് ബ്ലേഡ് വെച്ച് ഉയർത്തി കഴിഞ്ഞാൽ അധികം CPUയിലേക്കും പേസ്റ്റ് ഉണ്ടാവുക. ബോർഡുമ്മൽ വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ബോർഡുമത്തെ പേസ്റ്റ് ക്ലീൻ ചെയ്യാൻ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല. കാരണം ലെഡ് ഇപ്പോൾ അയൺ വെച്ച് ലെഡ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിഗ് വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാ ഗ്ലൂവും പോവും. അപ്പോൾ അടുത്തത് ഇനിയിപ്പോൾ ലെഡ് എടുത്തതിന് ശേഷം വിഗ് വെച്ച് നമുക്ക് ബോർഡ് ക്ലീൻ ചെയ്ത് നോക്കാം. വിഗ് വെച്ച് ബോർഡ് ക്ലീൻ ചെയ്യുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഓവർ പ്രഷർ കൊടുക്കാത്ത രീതിയിൽ വിഗ് വെച്ച് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് വിഗ് വെച്ച് ക്ലീൻ ചെയ്ത് നോക്കാം. പതുക്കെ വിഗ് വെച്ചതിന് ശേഷം പ്രഷർ കൊടുക്കാതെ മെല്ലെ ക്ലീൻ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ നല്ലോണം പ്രഷർ കൊടുക്കുന്നതായി തോന്നും. ഒരിക്കലില്ല, വളരെ പ്രഷർ കുറച്ചാണ് ഞാൻ ഇപ്പോൾ ക്ലീൻ ചെയ്യുന്നത്. പിന്നെ ഈ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ബോർഡ് കംഫർട്ടബിളായി നിൽക്കുന്ന രീതിയിൽ വെച്ചിട്ട് വേണം ക്ലീൻ ചെയ്യാൻ. അപ്പോൾ ഓരോരോ ഭാഗം ക്ലീൻ ചെയ്യുമ്പോൾ ബോർഡ് റൊട്ടേറ്റ് ചെയ്ത് ക്ലീൻ ചെയ്യണേക്കും ബെറ്റർ. നമ്മൾ ഒരേ പൊസിഷനിൽ വെച്ച് ക്ലീൻ ചെയ്താൽ ചിലപ്പോൾ എടുത്തുള്ള കമ്പോണൻസൊക്കെ ഒട്ടിപ്പിടിക്കാൻ സാധ്യത ഉണ്ട് ഒരിക്കൽ. അപ്പം മെല്ലെ റൊട്ടേറ്റ് ചെയ്ത് പതുക്കെ ക്ലീൻ ചെയ്യും. നമ്മൾ ഏതെങ്കിലും കമ്പോണൻസ് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് ആക്കി നമ്മൾ എടുക്കുമ്പോൾ വളരെയേറെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വളരെ പതുക്കെ നമുക്ക് കംഫർട്ടബിളായുള്ള രീതിയിൽ വെച്ച് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലിക്വിഡ് ഇട്ടിട്ട് ജസ്റ്റ് ക്ലീൻ ചെയ്താൽ മതിയാവും. അപ്പോൾ ലിക്വിഡ് ഇട്ട് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇല്ല, ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കട്ടായി പോകുന്നുണ്ട്. അതുകൊണ്ട് അത് ഇതിലില്ല. അപ്പോൾ ഇപ്പോൾ ബോർഡ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രോസസ്സ് വരാം, CPU ക്ലീൻ ചെയ്യണം. അപ്പോൾ CPU ക്ലീൻ ചെയ്യാൻ ബ്ലോവറിലൊരു 260 ടെമ്പറേച്ചറും 50 എയറും ഇട്ടിട്ട് ക്ലീൻ ചെയ്യാം. അപ്പോൾ ക്ലീൻ ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്ന ബ്ലേഡ് നിങ്ങൾക്ക് ഇതിൽ കണ്ടാൽ മനസ്സിലാവും, ഒരു എൽ ഷേപ്പ് ബ്ലേഡാണ്. അപ്പോൾ ആ ബ്ലേഡ് വെച്ച് മെല്ലെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഹീറ്റ് അടിച്ചതിന് ശേഷം
മെല്ലെ ഗ്ലൂ കട്ട് ചെയ്യുക. പ്രഷർ കൊടുക്കരുത്. ആ ബ്ലേഡും വെച്ചിട്ട് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും CPU-ൻ്റെ പാഡ്സ് ഡാമേജ് ആവും. അപ്പോൾ നമ്മളതിൽ കാണുന്ന ഗ്രീൻ കോട്ടിങ് നഷ്ടപ്പെടും. അപ്പം പിന്നെ നമ്മൾ UV മാസ്ക് എടുത്തിട്ട് അതൊക്കെ റെഡിയാക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ അതൊക്കെ പ്രഷർ കൊടുക്കാതെ കട്ട് ചെയ്തെടുക്കുക. ഈ ഗ്ലൂ കട്ട് ചെയ്യുമ്പോൾ നല്ലപോലെ എല്ലാ ഭാഗവും ഇങ്ങോട്ട് വന്നോളണമെന്നില്ല. വന്നില്ലെങ്കിൽ പ്രോബ്ലം ഒന്നുമില്ല. വൈറ്റ് ഗ്ലൂ ആയതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തത് വിഗ് വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ എന്തായാലും വൈറ്റ് പേസ്റ്റ് പോകും. അതിനുകൊണ്ട് ഓവർ പ്രഷർ കൊടുക്കാതെ പതുക്കെ ഗ്ലൂ കട്ട് ചെയ്തെടുക്കുക. ഇനി അതൊക്കെ നമുക്ക് വിഗ് വെച്ചിട്ട് ക്ലീൻ ചെയ്യാം. 350 തന്നെ അയണിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാം. വിഗ് വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ വളരെ പതുക്കെ തന്നെ ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഒരിക്കലും ധൃതി കൂട്ടണ്ട. ഫസ്റ്റ് ടൈമൊക്കെ ട്രൈ ചെയ്യുന്നതിൽ മാക്സിമം സമയം എടുത്ത് ട്രൈ ചെയ്യുക. കാരണം നമ്മൾ പെട്ടെന്നാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ചിലപ്പോൾ ഫസ്റ്റ് ട്രയലൊക്കെ CPU ഒക്കെ ഡാമേജ് ആയിപ്പോവും. അപ്പോൾ നമ്മൾ കുറച്ച് എക്സ്പീരിയൻസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വർക്കുകളൊക്കെ സ്പീഡാവും. മാക്സിമം സമയം എടുത്തിട്ട് ഫസ്റ്റ് ട്രൈ ചെയ്യുന്നവരൊക്കെ ഇത് മാക്സിമം സമയം എടുക്കുക. അപ്പോൾ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ലിക്വിഡ് വെച്ച് ഒന്ന് ക്ലീൻ ചെയ്യാം. ഇപ്പോൾ ചില CPU ലിക്വിഡ് വെച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ചില ബോൾസൊന്നും പക്കാ വിസിബിൾ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഈ ബ്രഷ് വെച്ചിട്ട് മെല്ലെ ലിക്വിഡ് ആക്കിയതിന് ശേഷം പതുക്കെ പ്രഷർ കൊടുക്കാതെ ക്ലീൻ ചെയ്താൽ എല്ലാ ബോൾസും വിസിബിൾ ആവും. അപ്പോൾ എല്ലാ ബോൾസും പക്കാ വിസിബിൾ ആയിക്കൊള്ളണമെന്നില്ല. ചില ബോൾസ് കുറച്ചേക്കും വിസിബിൾ ആവാം, അത് പ്രോബ്ലം ഇല്ല. തീരെ വിസിബിൾ ആവാതെ നിന്നാൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ റീബോൾ ചെയ്യുമ്പോൾ ബോൾസ് ഒട്ടി പിടിക്കാത്ത പ്രശ്നം വരും. അപ്പോൾ പതുക്കെ ലിക്വിഡ് ഇട്ടതിന് ശേഷം പതുക്കെ ക്ലീൻ ചെയ്യുക. പ്രഷർ ഒരിക്കലും കൊടുക്കരുത്. പ്രഷർ കൊടുത്താൽ ഞാൻ പറഞ്ഞ മാതിരി CPU-ൻ്റെ പാഡ്സ് ഡാമേജ് ആവും. ഇപ്പോൾ ഏകദേശം നമ്മൾ CPU കണ്ടില്ലേ, എല്ലാ ബോൾസും വിസിബിളായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പ്രോസസ്സ് വരാം, CPU റീബോളിംഗ് ആണ്. CPU ഇപ്പോൾ ഏകദേശം നല്ലോണം ക്ലീൻ ചെയ്ത്. ഇനി നമുക്ക് CPU റീബോൾ ചെയ്യാം. CPU റീബോൾ ചെയ്യാൻ ഒരു ടിഷ്യൂ പേപ്പറിൽ മെല്ലെ CPU വെച്ചതിന് ശേഷം സ്റ്റെൻസിൽ എടുത്തിട്ട് അതിന് മേലെ വെക്കുക. ഞാനിവിടെ ഉപയോഗിക്കുന്ന PPD പേസ്റ്റ് മെക്കാനിക്കിൻ്റെ 180 ആണ്. അപ്പോൾ പതുക്കെ സ്റ്റെൻസിൽ പെർഫെക്റ്റായിട്ട് വെച്ചതിന് ശേഷം 250 ടെമ്പറേച്ചറും 10 ഹയറും വെച്ചിട്ട് ആണ് നമ്മൾ CPU റീബോൾ ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റെൻസിൽ വെച്ചു. ഇനി നമുക്ക് PPD അപ്ലൈ ചെയ്യാം. അതിന് മുന്നേ ഒന്ന് ജസ്റ്റ് ഹീറ്റ് ഈ സ്റ്റെൻസിലിൻ്റെ മേലടിക്കുക. ചിലപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റെൻസിൽ വെച്ച് ആ സ്റ്റെൻസിൽ CPU മതിയായിരിക്കും നിൽക്കാത്ത മാതിരി തോന്നും. അപ്പോൾ നമ്മൾ ഹീറ്റ് അടിക്കുമ്പോൾ ഇത് മതിയായിരിക്കും അതിൽ നിൽക്കും. എന്നതിന് ശേഷം PPD മെല്ലെ അപ്ലൈ ചെയ്യുക. ഇതുപോലെ മെല്ലെ അപ്ലൈ ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന PPD ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ടെമ്പറേച്ചർ 250 10 വെച്ചിട്ട് മെല്ലെ CPU റീബോൾ ചെയ്തെടുക്കുക. ഈ CPU റീബോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചില ബോൾസ് ഒട്ടിപ്പിടിക്കാതെ വരും, ചില ബോൾസ് ഹൈറ്റ് കൂടിയെന്ന് വരും. അപ്പോൾ നമ്മൾ എന്താട്ടാ പതുക്കെ അതങ്ങനെ തന്നെ വെച്ചിട്ട് ഹീറ്റ് അടിച്ച് എല്ലാ ഭാഗത്തേക്കും അടിച്ചിട്ട് CPU റീബോൾ ചെയ്യുക. എന്നിട്ട് CPU റീബോൾ ചെയ്തതിന് ശേഷം സർജിക്കൽ ബ്ലേഡോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബ്ലേഡ് വെച്ചിട്ട് നമ്മൾ എന്താട്ടാ മെല്ലെ അതിൻ്റെ മേൽഭാഗം ചെത്തികളെ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും സെയിം മെത്തേഡ് PPD പേസ്റ്റ് അപ്ലൈ ചെയ്യുക, CPU റീബോൾ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ട്രൈ ചെയ്യുന്നവർക്കൊന്നും പെട്ടെന്ന് CPU റീബോൾ ആയിക്കൊള്ളണമെന്നില്ല പെർഫെക്റ്റായിട്ട്. അപ്പോൾ വീണ്ടും ട്രൈ ചെയ്ത് മാക്സിമം ട്രൈ ചെയ്ത് പെർഫെക്റ്റായിട്ട് റീബോൾ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ പക്ക യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ CPU റീബോൾ ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിതിൻ്റെ ചുറ്റും CPU റീബോൾ ചെയ്യാണ് ഹീറ്റ് അടിച്ചിട്ട്. രണ്ടാമത്തെ തവണ നമ്മൾ CPU ഹീറ്റ് അടിച്ച് റീബോൾ ചെയ്യുമ്പോൾ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യണം. കാരണം ചില ബോൾസ് ഹൈറ്റ് കൂടും, ചില ബോൾസ് ഹൈറ്റ് കൂടാതാവും. രണ്ടാമത് ഈ PPD നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒട്ടാത്ത ബോൾസ് കിട്ടും. അതേമാതിരി ഈ ഹൈറ്റ് കുറവുള്ള ബോൾസൊക്കെ റെഡി ആവും. അതുകൊണ്ടാണ് സെക്കൻഡ് ടൈം നമ്മൾ PPD പേസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് റീബോൾ ചെയ്യുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞ് ഇനി മെല്ലെ ബ്ലേഡ് വെച്ചിട്ട് വീണ്ടും അതിൻ്റെ മേൽഭാഗങ്ങളൊക്കെ നല്ലോണം ചെത്തിക്കളയുക. ചെത്തിക്കളഞ്ഞതിന് ശേഷം ഇനി PPD അപ്ലൈ ചെയ്യാതെ ജസ്റ്റ് ട്യൂസർ വെക്കണമെന്നില്ല, ജസ്റ്റ് നിങ്ങൾ അതേമാതിരി ഹീറ്റ് അടിച്ചാൽ മതി. കാരണം സെൻസിൽ വെക്കാതെ ഹീറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന്
സ്റ്റെൻസിലിൻ്റെ മേലിൽ നിന്ന് CPU റിമൂവ് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഹീറ്റ് അടിച്ച് CPU റീബോൾ ചെയ്യുക. അപ്പോൾ CPU റീബോൾ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രോസസ്സ് ഫിക്സ് ചെയ്യലാണ്. അപ്പോൾ CPU റീബോൾ ചെയ്ത ബോർഡ് ക്ലീൻ ചെയ്ത വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഒക്കെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് റോസിന് അപ്ലൈ ചെയ്യാം ബോർഡുമിലേക്ക്. ഞാൻ ഈ ബോർഡുമിലേക്ക് റോസിന് അപ്ലൈ ചെയ്യുന്ന വീഡിയോ കട്ടായിപ്പോയി. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ മെല്ലെ അപ്ലൈ ചെയ്തതിന് ശേഷം മെല്ലെ CPU ഫിക്സ് ചെയ്യുക. അപ്പോൾ CPU ഫിക്സ് ചെയ്യാൻ റോസിനൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ എന്നിട്ട് മെല്ലെ CPU രണ്ട് സൈഡും നോക്കി പതുക്കെ CPU ബോർഡിലേക്ക് വെക്കുക. അപ്പോൾ CPU ബോർഡിലേക്ക് വെച്ച് പെർഫെക്റ്റ് ആയിട്ട് വെച്ചതിന് ശേഷം നമുക്ക് എന്താ നേരത്തെ ടെമ്പറേച്ചർ തന്നെ ഒരു 350 എയറും വെച്ചിട്ട് മെല്ലെ CPU റീഫിക്സ് ചെയ്യുക. ഇപ്പോൾ 350 വെക്കണമെന്നില്ല, 340 ആയാലും പ്രോബ്ലമൊന്നുമില്ല. കാരണം CPU റീഫിക്സ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കുറച്ചാലും വലിയ പ്രോബ്ലം ഉള്ള കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, CPU മതിയായിരിക്കും ചെയ്തതിന് ശേഷം ബ്ലോവറിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് ഹീറ്റ് അടിക്കും. അപ്പോൾ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ CPU സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ബ്ലോവർ റൊട്ടേറ്റ് ചെയ്ത് തന്നെ ഹീറ്റ് അടിക്കാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ തീർച്ചയായും ബോർഡ് ബൾജാവും. അപ്പോൾ അത് ശ്രദ്ധിച്ച് നല്ലപോലെ റൊട്ടേറ്റ് ചെയ്ത് CPU റീഫിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് CPU റീഫിക്സ് ചെയ്യുന്ന വീഡിയോ നോക്കാം. അപ്പോൾ ഞാൻ കണ്ടില്ലേ, നല്ലപോലെ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് CPU റീഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ CPU ഈ റീഫിക്സ് ചെയ്യുമ്പോൾ ഒരു 30-40 സെക്കൻഡോളം നമ്മളിത് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ CPU ചെറുങ്ങനെ ഷെയ്ക്ക് ചെയ്തിട്ട് ബോഡിയിലേക്ക് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതേവരെ നല്ലപോലെ റൊട്ടേറ്റ് ചെയ്ത് ഹീറ്റ് അടിക്കുക. ഈ ഹീറ്റ് അടിച്ച് കഴിഞ്ഞ് ആ CPU ബോഡിയിലേക്ക് ഇരുന്നതിന് ശേഷം എന്താക്കണം, മെല്ലെ ട്യൂസർ വെച്ചിട്ട് CPUൻ്റെ ഒരു സൈഡ് നമ്മൾ ചെറുങ്ങനെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാലും CPU ഇരുന്നതുകൊണ്ട് അതേമാതിരി റിട്ടേൺ വന്ന് അതിലേക്ക് ഇരിക്കും. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് CPU ഇരിക്കും. അപ്പോൾ CPU റീബോൾ ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ നമ്മുടെ ഫോൺ റീസ്റ്റാർട്ടിങ് പ്രോബ്ലം ഒന്നുമില്ല, പക്ക ഓൺ ആയിട്ടുണ്ട്. ബോർഡ് CPU റീബോൾ ചെയ്ത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക, ഒന്ന് ലൈക്കും ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഇനിയും വീഡിയോകളായിട്ട് ഞാൻ വരും. അപ്പോൾ ബൈ.